ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നിലയുറപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ട്. ആ വിഷയം കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ ആ വിഷയം സജീവമായി നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് റിപ്പോർട്ടർ TV തുടർച്ചയായി കർണാടകയിൽ നിന്ന് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വന്നത് എന്താണെന്നറിയാമോ? ഒരു ബ്രൂവറിയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ജീവനക്കാരുടെ പേരിൽ 79 ID-കളാണ്. ആ ID ഉള്ള സ്ഥലത്ത് പോയി നോക്കുമ്പോൾ 68ആണ്. അതിൽ എത്രയുള്ളത്? 68 ഉണ്ടല്ലേ? എത്ര പേരാണ് ഇപ്പോൾ ഉള്ളത് സുജയ ആ ബ്രൂവറിയിൽ? 7 പേര്. 68 പേരാണ് അവിടെ വോട്ടർ പട്ടികയിലുള്ളത്. 7 പേരാണ് അവിടെ ആക്ച്വലി ഉള്ളത്. ബാക്കി 61 പേരെവിടെ? 385 പേരെവിടെ? ഒരു മുറിയിൽ താമസിച്ച 80 പേരെവിടെ? നമ്മളെപ്പോലെ ഒരു മാധ്യമം പോയി കണ്ടെത്തിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇത്. നമ്മൾക്ക് എന്താണ് അതാണ് സാറേ രാജണ്ണ ചോദിച്ചത്. ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്തായിരുന്നു പരിശോധിക്കാത്ത ഡോക്ടർ അരുൺ പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങൾ ഇല്ലാത്ത ലവ് ജിഹാദ് തിരഞ്ഞല്ല പോകേണ്ടത്. അതാ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലുള്ളതാണ്. ഭരണഘടനയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന ഈ വെല്ലുവിളി ഉയർത്തുന്ന ഇന്ത്യയുടെ ശത്രുക്കളെ നിങ്ങൾ തിരിച്ചറിയണം. ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് നിങ്ങൾ പറയുമല്ലോ, ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ശത്രുക്കളെ തിരിച്ചറിയണം. അവരെ ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുന്നതും നല്ലതാണ്. ഇത് ജനാധിപത്യത്തിന്റെ മുന്നമാരാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജയ് ഹിന്ദ്, ജയ് സംവിധാൻ.